Hello dear students. Today we are going to discuss about LC oscillators. Okay, we are going to discuss about LC oscillators. What is an LC oscillator? LC means L stands for inductance and C stands for capacitance. So LC oscillators are the oscillators which employs ഇൻഡക്റ്റർ ആൻഡ് കപ്പാസിറ്റർ ഇൻ ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഓക്കെ, ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ആർ സി ഓസിലേറ്റർ പഠിച്ചു അല്ലേ. ആർ സി ഓസിലേറ്റർ ഇപ്പോൾ എന്തായിരുന്നു പ്രത്യേകത? ഇൻ ദിസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ റെസിസ്റ്ററും കപ്പാസിറ്റേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എൽ സി ഓസിലേറ്റർ ആകുമ്പോൾ ഇൻ എൽ സി ഓസിലേറ്റേഴ്സ് ദ ഫീഡ്ബാക്ക് സെഷൻ ഓർ ദ ഫേസ് ഷിഫ്റ്റ് സെഷൻ കൺസിസ്റ്റ് ഓഫ് എൽ ആൻഡ് സി. എല്ലും സിയും ഉപയോഗിച്ചാണ് നമ്മൾ ഫേസ് ഷിഫ്റ്റ് 180 ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൽ സി ഓസിലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എൽ സി ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസീസിനാണ് നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് 10 kHz to 10 MHz ഹൈ ഫ്രീക്വൻസീസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എൽ സി ഓസിലേറ്റേഴ്സ് മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്: ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്. ഓക്കെ, ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. Okay, and this is the general form of an LC oscillator. LC oscillatorൻ്റെ ജനറൽ ഫോമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടാവും? ഒരു ആംപ്ലിഫയർ ഉണ്ടാവും, പിന്നെ ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ ഉണ്ടാവും അല്ലേ. ആ ഫീഡ്ബാക്കിൻ്റെ അവിടെയാണ് നമ്മൾ Z1, Z2, Z3. ഈ Z3 ആണ് ശരിക്കും നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. Z1 ആൻഡ് Z2 എന്ന് പറഞ്ഞാൽ ആ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഇടയിൽ ഇൻപുട്ട് സൈഡിലും ഒരു ഔട്ട്പുട്ടിൽ നിന്ന് കുറച്ചെടുത്തല്ലേ നമ്മൾ ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ അവിടെ ഔട്ട്പുട്ടും ഈ ഫീഡ്ബാക്കും തമ്മിലുള്ള ഇമ്പിഡൻസ് അതിനെയാണ് നമ്മൾ Z1. അതേപോലെ ഇവിടെ Z2. ഓക്കെ, പിന്നെ 3 ഇമ്പിഡൻസാണുള്ളത്: Z1, Z2 ആൻഡ് Z3. സോ ദിസ് ഈസ് ദി ജനറൽ ഫോം ഓഫ് എൻ ഓസിലേറ്റർ. അപ്പോൾ നമ്മളിതിനെ നമുക്ക് എച്ച് പാരാമീറ്റേഴ്സിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് ഈ ആംപ്ലിഫയർ എന്ന് വെച്ചാൽ ഇവിടെ ആരാണത്? ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ നമ്മൾ അതിനെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ എഴുതാം. അപ്പോൾ HI എന്ന് വരും, HFE, IB. ദിസ് ഇസ് ദി ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഓക്കെ, കോമൺ എമിറ്റർ വിത്ത് ഓസിലേറ്റർ വെച്ചിട്ടുള്ള കോമൺ എമിറ്ററിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ സ്ഥലത്ത് നമ്മൾ ഈ എമിറ്റർ ബേസ് കളക്ടർ ബേസ് കളക്ടറും ഉണ്ട്. പിന്നെ ഒപ്പം ഈ ആംപ്ലിഫയറിൻ്റെ അവിടെ എമിറ്ററിൻ്റെ അവിടേക്കുള്ള HI, പിന്നെ കളക്ടറിൻ്റെ അവിടെ HFE, IB. ഓക്കെ, ദിസ് ഈസ് ദി ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ LC ഓസിലേറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ Z1 ആൻഡ് Z2 എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഫോർ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Z1 ആൻഡ് Z2 ആൻഡ് വിച്ച് ഡിറ്റർമൈൻസ് ദി ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ്. അപ്പോൾ Z1, Z2, Z3 വെച്ചിട്ടാണ് നമ്മൾ ഓസിലേറ്റർ ഫ്രീക്വൻസി നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ജനറൽ ഫോം ഓഫ് എൻ ഓസിലേറ്റർ? ഓസിലേറ്ററിൻ്റെ ജനറൽ ഫോമാണ് HI, HFEയുടെ ടേംസിൽ. ഇത് നിങ്ങൾ കാണാണ്ട് പഠിക്കണം, കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ നമുക്ക് ഇനി വരാനുള്ളത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ HIE ഇൻറ്റു അതായത് HI ഫസ്റ്റ് പാരാമീറ്റർ HI ഇൻറ്റു അവിടെ 3 Z1 പ്ലസ് Z2 പ്ലസ് Z3 പ്ലസ് 1 പ്ലസ് HFE ഇൻറ്റു Z1 Z2 plus Z2 Z3 equal to 0. This is the general feedback equation or the general equation of an oscillator. ആക്ച്വലി ഇതിൻ്റെ ഡെറിവേഷൻ വേണ്ട, നമുക്ക് ഡെറിവേഷൻ ഉണ്ട് ഇതിന് ശരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് സിലബസിൽ ഡെറിവേഷനൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ പക്ഷേ പഠിക്കണം. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് LC ഓസിലേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? RC ഓസിലേറ്റർ, ഹാർട്ട്ലി, കോൾപിറ്റ്, ക്രിസ്റ്റൽ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോൾപിറ്റ് ഓസിലേറ്ററാണ്. കോൾപിറ്റിന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കോൾ മീൻസ് എന്താണ്? C അല്ലേ ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ ആലോചിക്കുക, കോൾപിറ്റിന് 2 കപ്പാസിറ്ററാണ്. കോൾപിറ്റിന് 2 കപ്പാസിറ്റർ, എല്ലും സിയും ആണ് ഉണ്ടാവുക. അപ്പോൾ 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറുമാണ് എന്തിലുള്ളത്? കോൾപിറ്റിനുള്ളത്. മാറിപ്പോകരുത് ഫിഗർ വരയ്ക്കുമ്പോൾ, കാരണം ഇതേപോലെ തന്നെ ഫിഗറാണ് ഇനി അടുത്തത് നമ്മൾ വരയ്ക്കുന്നത്. പക്ഷെ അവിടെ കപ്പാസിറ്ററിൻ്റെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഇൻഡക്ടർ ആയിരിക്കും 2. ഇവിടെ ആലോചിക്കുക, കോൾപിറ്റിന് C അല്ലേ, കോൾപിറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ C ആണ്. അപ്പോൾ C ആകുമ്പോൾ 2 കപ്പാസിറ്റർ. ഓക്കെ,
അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എന്താണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, അത് ആംപ്ലിഫയർ. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ രണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കപ്പാസിറ്റർ C1 ആൻഡ് C2, അതേപോലെ ഒരു ഇൻഡക്ടർ L. അപ്പോൾ എല്ലും ഔട്ട്പുട്ടായിട്ട് കപ്പിൾ ചെയ്യാൻ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അതാണ് L' ഔട്ട്പുട്ടായിട്ട് നടക്കും. അപ്പോൾ ഈ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഈ ആംപ്ലിഫയർ തരും, ബാക്കി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മുടെ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് തരും. അങ്ങനെ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വിൽ ബി ഒക്കെ. ടോട്ടൽ നമുക്കറിയാം 360 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 360 ഡിഗ്രി വിൽ ഗെറ്റ് അറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ആംപ്ലിഫയർ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം 180 ഡിഗ്രി ഇത് തരുന്നു, പിന്നെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്നു, അങ്ങനെ ടോട്ടൽ നമുക്ക് കിട്ടുന്നു 360 ഡിഗ്രി. സോ നമുക്ക് സസ്റ്റെയിൻഡ് ഓസിലേഷൻസിനുള്ള ബാർഗോസിൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആയി അല്ലേ. നമ്മൾ ബാർഗോസിൻ ക്രൈറ്റീരിയ എന്തായിരുന്നു? ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഷുഡ് ബി 360 ഡിഗ്രി അല്ലെങ്കിൽ 180 36 ഓർ 0 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 180 ഡിഗ്രി നമ്മൾ ആംപ്ലിഫയർ തരുന്നു, ആദ്യത്തെ 180 ഡിഗ്രി നമ്മുടെ ഫേസ് ഷിഫ്റ്റ് തരുന്നു, ആൻഡ് ടോട്ടൽ 360 ഡിഗ്രി വിൽ ഗെറ്റ് അറ്റ് ദി ഔട്ട്പുട്ട് ഗെറ്റ് ഫോർ ആൻ ഔട്ട്പുട്ട് ഓസിലേറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം അല്ലെങ്കിൽ C1 ആൻഡ് C2 ഉണ്ട്. അപ്പോൾ ഹിയർ ദിസ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് സിംഗിൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആൻഡ് LC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക്. രണ്ട് സീരീസ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, C1 ആൻഡ് C2. അത് പൊട്ടൻഷ്യൽ ഡിവൈഡറായിട്ട് ആക്ട് ചെയ്യും. ഫീഡ്ബാക്ക് RE ആൻഡ് CE ആൻഡ് റെസിസ്റ്റേഴ്സ് ഫോർ സ്റ്റെബിലൈസേഷൻ. ഇതെല്ലാവരും R1, R2, C ഇത് ഈ നാലും കൂടി ചേർന്നാണ് സ്റ്റെബിലൈസേഷൻ നടത്തുന്നത്. ട്രാൻസിസ്റ്റർ വിൽ പ്രൊവൈഡ് ഫേസ് ഷിഫ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ട്രാൻസിസ്റ്റർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്നു. അനദർ ഫേസ് ഷിഫ്റ്റ് ഇസ് പ്രൊവൈഡ് ബൈ ദ കപ്പാസിറ്റർ ഫീഡ്ബാക്ക്. Thus the total phase shift of 360 degree is obtained at the which is the essential condition for developing the oscillations. Okay, and output is fed from the secondary winding of the transformer, and this is the working. അപ്പോൾ നമുക്കിനി അതിൻ്റെ വർക്കിംഗ് നോക്കാം. അതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കളക്ടർ വോൾട്ടേജ് നമ്മൾ കൊടുത്തു VCC. ഓക്കെ, കണ്ടോ ഇവിടെ നമ്മൾ VCC വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇവിടെ നമ്മൾ VCC വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ VCC കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ C1 ആൻഡ് C2 ഗെറ്റ്സ് ചാർജ്, കാരണം അവിടെ നേരിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. So C1 and C2 gets charged, and these capacitors will get discharged through the inductor. അപ്പോൾ C1 and C2 ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? ഇൻഡക്ടർ വഴിയാണ്. അപ്പോൾ ഇൻഡക്ടർ കാരണം ഇൻഡക്ടറിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ കപ്പാസിറ്ററിൽ കൂടി പോകുന്നുണ്ട് ചാർജ്, അതേപോലെ തന്നെ ഇൻഡക്ടറിൽ കൂടിയും പോകുന്നുണ്ട്. And thus the frequency of oscillation is 1/2π√1/LC1 plus 1/LC2. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓസിലേഷൻസ് നമ്മൾ C2 എന്നുള്ള ഓസിലേഷൻസ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ അവിടേക്ക് ബേസ് എമിറ്റർ ജംഗ്ഷനിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ നിന്നുള്ള ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടാണ് നമുക്ക് വീണ്ടും ഔട്ട്പുട്ടിലോട്ട് വരുന്നത്, ഓസിലേറ്റർ സർക്യൂട്ടിലോട്ട് വരുന്നത് അല്ലേ. ആൻഡ് ഹിയർ പക്ഷേ ഇവിടെ ഒരു മെയിൻ കണ്ടീഷൻ നമുക്ക് പറയാനുള്ളതുണ്ട്. ശരിക്കും A-beta = 1 ആണ് ശരിക്കും സസ്റ്റെയിൻഡ് ഓസിലേഷൻസിന് വേണ്ടത്. പക്ഷേ LC ഓസിലേറ്ററിന് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ആയതുകൊണ്ട് അവിടെ A-beta = 1 അല്ല, A-beta > 1 ആണെങ്കിലാണ് സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഓക്കെ, greater than 1. The loop gain should be greater than 1 to ensure that circuit oscillates. ഇനി നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? F = 1/2π√1/LC1 plus 1/LC2 ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് ഡെറിവേഷൻ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ, ഓസിലേറ്ററിൻ്റെ ജനറൽ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ Z എന്ന് പറയുന്നത് എന്താണ്? Z1, Z2, Z3. ഓക്കെ, അപ്പോൾ Z1, Z2 എന്ന് പറയുന്നത് ഇത് രണ്ടും കപ്പാസിറ്ററാണ്. അതുപോലെ Z3 എന്ന് പറയുന്നത് ഇൻഡക്ടർ L ആണ്. ഓക്കെ, അപ്പോൾ 3 അപ്പോൾ Z1 ഈസ് -1/jωC1. അപ്പോൾ 1/j എന്നുള്ളത് മുകളിലേക്ക് എടുക്കുമ്പോൾ -j/ωC1. അതുപോലെ Z2 എന്ന് പറയുന്നത് C2 കാരണമുള്ള ഇമ്പിഡൻസ്. അപ്പോൾ അതെന്താണ്? 1/jωC2. അതുപോലെ
Z3 എന്ന് പറയുന്നത് L കാരണം ഇൻഡക്റ്റൻസ് കാരണമുള്ള ഇമ്പിഡൻസ് ജെ ഒമേഗ എൽ. ഇതെല്ലാവരും കൂടി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എല്ലാത്തിനെയും നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്നാണെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ജെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്, അത് റിയൽ പാർട്ടുണ്ട്, ഇവിടെ ഇമാജിനറി പാർട്ടുണ്ട്. ഇത്രയുമാണ് ഇമാജിനറി പാർട്ട് അല്ല, പിന്നെ ഇത്രയുമാണ് നമ്മുടെ റിയൽ പാർട്ടുണ്ട് ഇമാജിനറി പാർട്ട്. അപ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മൾ ഇമാജിനറി പാർട്ടിനെ 0 ആക്കി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പുട്ടിങ് ഇമാജിനറി പാർട്ട് ആസ് 0. അപ്പോൾ 0 എന്നിട്ട് നമുക്ക് വി വിൽ ഗെറ്റ് സോൾവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഒമേഗ. സോൾവ് ചെയ്ത എല്ലാ സ്റ്റെപ്സും ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് എഫ് ഈക്വൽ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1/2 pi root 1/LC1 plus 1/LC2 നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് എ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഫോർ കോൾപിറ്റ് ഓസിലേറ്റർ. അപ്പോൾ കോൾപിറ്റിനെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ മറക്കണ്ട, അവിടെ 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്നാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. Z1, Z2 ആൻഡ് Z3. Z3 എന്ന് വെച്ചാൽ ഇൻഡക്റ്റൻസിൻ്റെ, Z1 എന്ന് പറയുന്നത് കപ്പാസിറ്റർ C1ൻ്റെ, അത് 1/jωC1, മറ്റേ നമ്മൾ 1/jωC2. ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ വി വിൽ ഗെറ്റ് ഇമാജിനറി പാർട്ടിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടും ഒമേഗ 2πf ആണ്. Then we will get the frequency of oscillation 1/2 pi root 1/LC1 plus 1/LC2. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എൽസി ഓസിലേറ്റർ പഠിക്കാം. ഓക്കെ, താങ്ക് യു.